വയനാട് പുനരധിവാസ ടൗൺഷിപ്പിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നടത്തിയ സന്ദർശനം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും സൈബർ ഇടങ്ങളിലും വലിയൊരു പോർവിളിയായി മാറിയിരിക്കുകയാണ്. സന്ദർശനത്തിനിടെ കൂടെയുണ്ടായിരുന്ന CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മാറി നിൽക്കാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടതാണ് വിവാദങ്ങളുടെ തുടക്കം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്, മാറി നിന്നാൽ മതി എന്ന താരത്തിന്റെ പരസ്യമായ പ്രതികരണം ഇടത് സൈബർ ഹാൻഡിലുകളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ മമ്മൂട്ടി എത്ര വലിയ താരമായാലും ദുരന്തമുഖത്ത് രാപ്പകൽ പണിയെടുത്ത ഒരു ജനകീയ നേതാവിനെ പരസ്യമായി അപമാനിച്ചത് അംഗീകരിക്കാനാവില്ലെന്നാണ് സഖാക്കളുടെ പക്ഷം. താരത്തിന്റെ ഉള്ളിൽ ഒരു തമ്പുരാൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മമ്മൂട്ടിയെ പാർട്ടിയേക്കാൾ വലിയവനായി കാണുന്നത് നിർത്തണമെന്നും നാസർ എടക്കര ഉൾപ്പെടെയുള്ള ഇടത് സൈബർ പോരാളികൾ ഫേസ്ബുക്കിലൂടെ ആഞ്ഞടിക്കുന്നു. ഈ സൈബർ ആക്രമണം കൈരളി ചാനൽ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിയെ കടുത്ത അതൃപ്തിയിലാക്കിയിരിക്കുകയാണ്. താൻ എപ്പോഴും കൂടെ കൂട്ടുന്ന രമേശ് പിഷാരടിയും ആന്റോ ജോസഫും കോൺഗ്രസുകാരായതുകൊണ്ടാണോ സഖാവിനോട് ഇത്ര അലർജി എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചോദ്യം. സന്ദർശനം രാഷ്ട്രീയ ലാഭത്തിനായി ആരും ഉപയോഗിക്കാതിരിക്കാൻ താരം കാണിച്ച ഓഞ്ഞ ഡിപ്ലോമസിയാണിതെന്നാണ് വിമർശകർ പരിഹസിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരെന്ന് കരുതുന്നവരിൽ നിന്ന് തന്നെ ഇത്തരമൊരു കടന്നാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കൈരളി ടിവിയുടെ ചെയർമാൻ സ്ഥാനം പോലും മമ്മൂട്ടി ഉപേക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം മമ്മൂട്ടിയുടെ ഈ നിലപാടിന് UDF ക്യാമ്പ് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നേതാക്കളെ വെട്ടിയൊതുക്കി മമ്മൂട്ടി നടത്തിയ ഈ നീക്കം വലിയ വിജയമാണെന്ന് കോൺഗ്രസ് പ്രൊഫൈലുകൾ വാദിക്കുന്നു. ഇത് തികച്ചും വ്യക്തിപരമായ സന്ദർശനമായിരുന്നുവെന്നും ആൾക്കൂട്ടത്തിനിടയിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് താരം അങ്ങനെ പ്രതികരിച്ചതെന്നുമാണ് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. എങ്കിലും വയനാടൻ മണ്ണിലെ ആ ഒരു വാക്ക് കേരളത്തിലെ സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ വലിയൊരു സൈബർ യുദ്ധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്.